ഇന്ന് ബ്രാൻഡ് യാത്രയിൽ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് മിസ് ട്രാൻസ് ഗ്ലോബൽ 2021 വിന്നറും മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ശ്രുതി സിത്താരയാണ്. ഈ അച്ഛൻ അക്സെപ്റ്റ് ചെയ്ത ആ ഒരു മൊമെന്റിനെ കുറിച്ച് ഒന്ന് പറയുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ എനിക്ക് എവിടേക്കും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. കൈൻഡ് ഓഫ് റോൾ ചെയ്യാനാണ് ഇഷ്ടം. ഭയങ്കര ഒരു നാടൻ പെൺകുട്ടി. അപ്പൊ ഡെഫിനറ്റ്ലി എന്റെ അമ്മ, ഞാനൊരു സക്സസ്ഫുൾ ആവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആൾ എന്റെ അമ്മയാണ്. അമ്മ 2015 മരിച്ചതാണ്. ഇപ്പൊ ഈ റീസെന്റ് ജാസിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഹെൽനോസ് പാട്ടേക്കായി. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് പഠിക്കണം, എവിടെയെങ്കിലുമൊക്കെ എത്തണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളാണ്. പക്ഷെ അതിനൊക്കെ എപ്പോഴും ഇതൊരു തടസ്സമാണോ? എനിക്ക് എപ്പോഴും ഒരു തോന്നലുണ്ടാവും, ഞാൻ എന്താണ് ഇങ്ങനെ, ഞാൻ എല്ലാവരെയും പോലും അല്ലല്ലോ. ഫാമിലി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് തന്നെ. ആ ഒരു രാജ്യത്ത് ശ്രുതി അഭിനയിച്ചൊരു മൂവി അങ്ങനെ ബാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഹേർട്ട് ആവുമായിരിക്കും. നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. ഒരുപാട് സൈബർ ബുള്ളിങ്സ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്ത്? ആക്ച്വലി സൈബർ ബുള്ളിങ് ചെയ്യുന്നവര് ആരും എൻ്റെ ഫ്രണ്ട്സ് അല്ല. നമ്മളിപ്പോൾ എല്ലാവരെയും ബോധിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തൊന്നുമില്ല. അപ്പൊ ആ ഒരു ടൈറ്റിൽ വിൻ ചെയ്ത സമയത്ത് അവർ ക്രൗൺ ഡെഡിക്കേറ്റ് ചെയ്തത് അമ്മയ്ക്കും അതുപോലെ തന്നെ അനന്യയ്ക്കും ആയിരുന്നു. എന്റെ പേജിട്ട് നടക്കുന്ന സമയത്ത് പകുതി ആയപ്പോഴാണ് അനന്യ ചേച്ചി സൂയിസൈഡ് ചെയ്തത്. സർജറി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല ട്രാൻസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം. അതൊരു എപ്പോഴും ഓപ്ഷനാണ്. Hello everybody, this is Meenakshi Ashokan and you are watching a brand new episode of Brand Yatra. ഇന്ന് ബ്രാൻഡ് യാത്രയിൽ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് മിസ് ട്രാൻസ് ഗ്ലോബൽ 2021 വിന്നറും മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ശ്രുതി സിത്താരയാണ്. ഹായ് ശ്രുതി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ശ്രുതി, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ 1-2 പ്രോജക്ട്സ് ഒക്കെ നടക്കുന്നു, സിനിമ, പിന്നെ കുറച്ച് ആർട്ട് ഷൂട്ട്സ് ഒക്കെ അങ്ങനെ പോകുന്നു. ചെറിയ ചെറിയ വർക്കുകളൊക്കെ ആയിട്ട് പോകുന്നു. മൂവി ഫീൽഡാണ് ഇഷ്ടം, അതാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, വൈക്കം പോലൊരു ചെറിയ ഗ്രാമത്തിൽ വളർന്നൊരു കുട്ടിയാണ് ശ്രുതി. അപ്പം ആ ഒരു ഗ്രാമത്തിൽ വളർന്നൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പോയിന്റിലാണ് മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തയാണ് എന്ന് തോന്നിയൊരു പോയിന്റ് ഏതാണ്? വളരെ ചെറുപ്പം തന്നെ എനിക്കത് ഫീൽ ചെയ്യുമായിരുന്നു. ഒരു 3 or 4 ആ ഒരു സ്റ്റാൻഡേർഡൊക്കെ ആകുന്ന സമയത്ത് എനിക്കത് ഫീൽ ചെയ്യും. പക്ഷെ ഗ്രാജുവലി നമുക്കും അറിയില്ലല്ലോ, ലൈക്ക് ഇങ്ങനൊരു ഡൈവേഴ്സിറ്റി ആണ്, ഇതൊരു നോർമൽ അവസ്ഥയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇപ്പൊ ലൈക്ക് എനിക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണ് എന്ന് തന്നെ അന്ന് വിചാരിച്ചിരുന്നു. പിന്നീട് ഒരു 12th ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതലും അറിയാനായിട്ട് ശ്രമിക്കുന്നത്. ഇതൊരു നോർമൽ അവസ്ഥയാണ്, ഇങ്ങനെ ജീവിക്കാനായിട്ട് പറ്റും, ഇങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്, ഞാൻ അങ്ങനെ ജീവിക്കേണ്ട ആളാണ്, അങ്ങനത്തെ തിരിച്ചറിവൊക്കെ റിയലൈസേഷൻ അപ്പോഴാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വൈക്കത്തിലേക്ക് പോയതുകൊണ്ട് ഞാൻ ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി, ഒരു സ്പെഷ്യൽ മെമ്മറി ഷെയർ ചെയ്യാമോ? ചൈൽഡ്ഹുഡിലുള്ള ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഭയങ്കര ഫിലിം ഹോളിക് ആയിട്ടുള്ള ആളാണ്. അപ്പം എനിക്ക് ഒരു 97 to 2025 ഭയങ്കര മെമ്മറബിൾ ഒരു ഡെക്കേഡാണ്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ഇറങ്ങുന്ന സിനിമകളെല്ലാം പോയി കാണണം. എല്ലാം ഒന്നും കാണാൻ പറ്റില്ല. ആ സമയത്തൊക്കെ ഒരു 6 സിനിമയൊക്കെ ഒരുമിച്ച് ഇറങ്ങും. അപ്പൊ അതിൽ ഒരെണ്ണമൊക്കെ നമുക്ക് പോയി കാണാനായിട്ട് പറ്റത്തുള്ളൂ മാക്സിമം ആ ഒരു സമയത്തൊക്കെ. പിന്നെ അച്ഛൻ്റെ ചേട്ടൻ്റെ കാല് പിടിച്ച് പോകാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ഓർക്കുന്നൊരു ഇൻസിഡന്റ് എന്ന് വെച്ചാൽ 2002 ക്രിസ്മസ് റിലീസിൽ 5 സിനിമകൾ ഇറങ്ങുക. എനിക്ക് തോന്നുന്നു കല്യാണരാമൻ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നമ്മൾ, നന്ദനം, ചതുരംഗം, ഈ 5 സിനിമകൾ ഒരു ദിവസം ഇറങ്ങി. അപ്പൊ ഇതില് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ, ഞാൻ കസിൻസ് ഒക്കെ ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹമുള്ളത് കല്യാണരാമൻ. അപ്പൊ ഞങ്ങൾക്ക് വൈക്കത്ത് തിയേറ്ററിൽ തലയോലപ്പറമ്പിലാണ് ഉള്ളത്. അപ്പൊ തലയോലപ്പറമ്പ് ക്യൂൻ ഓഫ് ഷീബ നൈസ്. അപ്പൊ ക്യൂൻ ഓഫ് ഷീബയില് കല്യാണരാമനോടുമാണ്. അപ്പൊ ഭയങ്കര തിരക്ക്, ക്രിസ്മസ് ടൈം കൂടിയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോയപ്പോ ടിക്കറ്റ് ഇല്ല. ഞങ്ങൾ ഓടിപ്പടച്ച് ഇപ്പത്തെ തിയേറ്ററിൽ വന്നു. ഒരു തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാതാകുമ്പോൾ അടുത്ത തിയേറ്ററിൽ വരിക എന്നുള്ളതാണ് പണ്ടത്തെ ഒരു രീതി. അപ്പൊ അവിടെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കാണ്, അത് പേഴ്സണലി അന്നത്തെ കൊച്ചു കുട്ടിയാണല്ലോ. അപ്പൊ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കുള്ള തീമൊന്നും നമുക്കന്ന് ദഹിക്കത്തില്ല, പിള്ളേർക്ക് ദഹിക്കൂലല്ലോ. അങ്ങനെ അതിന് കയറി അങ്ങ് നിരാശയോട് കണ്ടു, പക്ഷെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ആ സിനിമ കാണുമ്പോൾ ഭയങ്കര ട്രോമയുള്ളൊരു സിനിമ. അങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഞാനിങ്ങനെ ഭയങ്കര നിരാശനായിട്ട് വരുക. ഇങ്ങനെ ലൈക്ക് ആഗ്രഹിച്ചു പോയ സിനിമ കാണാൻ പറ്റിയില്ല. നമ്മുടെയൊക്കെ നാട്ടില്
അന്ന് ഈ കള്ളസീഡി എന്ന് പറയും, അതായത് കള്ളസീഡിക്ക് എന്താ ഒറിജിനൽ പേരെന്താ പറയുന്നത്? തിയേറ്റർ പ്രിന്റ്, സിനിമകളുടെ ഒക്കെ തിയേറ്റർ പ്രിന്റ് ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ കിട്ടും. അപ്പൊ അന്ന് ചെന്നപ്പോ തന്നെ കല്യാണരാമന്റെ തിയേറ്റർ പ്രിന്റ് കിട്ടി. അപ്പൊ ഭയങ്കര സന്തോഷത്തില് ഞങ്ങള് ഫ്രണ്ട്സിന്റെ എല്ലാരെയും വിളിച്ചിട്ട്, അടുത്തൊരു വീട്ടിലാണ്, എന്റെ വീട്ടിലന്ന് TV ഒന്നുമില്ല, അപ്പൊ അടുത്ത വീട്ടിലൊരു ഇച്ചിരി വലിയ വീടുണ്ടാവും, അവിടെയാണ് പോയിട്ട് TV വെക്കുന്നത്. എല്ലാവരും നിരന്നിരുന്ന് കാണും, പുറത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണും. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പൊ തിയേറ്റർ പ്രിന്റ് എന്ന് പറയാൻ നേരത്ത് തിയേറ്റർ എത്ര ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും ഭാഗം അതിനകത്ത് കാണാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാവരും ഇരിക്കുന്ന തലയുണ്ടാവും. പിന്നെ ഓരോ കോമഡിക്കും അവര് ഫോണിലായിരിക്കുമല്ലോ എടുക്കണം, ആ ഫോണിങ്ങനെ ഷെയ്ക്ക് ചെയ്യും. അപ്പൊ കല്യാണരാമനിലൊന്ന് ആലോചിച്ച് നോക്കി, എന്തോ ഒരു ഷെയ്ക്ക് ഉണ്ടാവും. ആ ഷെയ്ക്കോട് കൂടി ആ ഒരു സിനിമ ഞാൻ ആദ്യമായിട്ട് തിയേറ്റർ പ്രിന്റ് കാണുന്ന ഒരു അനുഭവമാണ്. അപ്പൊ ആ ഒരു മെമ്മറി ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് എപ്പോഴും നാട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ആ പോയ പോക്കും വരവും ഈ CD ഇട്ട് കണ്ട കാഴ്ചയും ഒക്കെ. ഇതിനിടയ്ക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, അതാണ് ഇത്രയും മെമ്മറി ഒരു ഇൻസിഡന്റ് ആയിട്ട് ആഗ്രഹിച്ചിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ തിയേറ്റർ പ്രിന്റ് കിട്ടിയിട്ട് കണ്ടു. അതാണ് എനിക്ക് കല്യാണരാമന്റെ അനുഭവം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥ, അപ്പൊ അത് ഇമോഷണലി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നൊരു സിറ്റുവേഷൻ. ആ ഒരു ടൈം പീരീഡ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അത് ഭയങ്കര ബ്രേക്ക് ഡൗണോടുകൂടി ഹാൻഡിൽ ചെയ്ത സംഭവം തന്നെയാണ്. കാരണം നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് പഠിക്കണം, എവിടെയെങ്കിലുമൊക്കെ എത്തണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളാണ്. പക്ഷെ അതിനൊക്കെ എപ്പോഴും ഇതൊരു തടസ്സമാണോ, ഈ ഒരു ലൈക്ക് എനിക്ക് എപ്പോഴും ഒരു തോന്നലുണ്ടാവും, ഞാൻ എന്താണ് ഇങ്ങനെ, ഞാൻ എല്ലാവരെയും പോലും അല്ലല്ലോ. എൻ്റെ കൂടെയുള്ള ബാക്കി ആൺകുട്ടികളൊക്കെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവാണ്. അവർ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, സോ കോൾഡ് മെയിൽ ഡൊമിനേറ്റഡ് ഏരിയാസിലെല്ലാം അവർ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്കിതൊന്നും വേണ്ട. എനിക്ക് ഭയങ്കര ലൈക്ക് ഒരു ഗേൾ ഓറിയൻറ്റഡ് സബ്ജക്റ്റുകളിലാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കുക, എനിക്കെന്താ ഇങ്ങനത്തെ, ഞാൻ മാത്രമേ ഇങ്ങനെ ഉള്ളൂ എന്നാണ് തുടക്കമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ആ ഒരു റിയലൈസേഷൻ ഉണ്ടായ സമയത്ത് വാസ് വെരി ഹാപ്പി. അപ്പോൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എന്തായിരുന്നു? ഇങ്ങനൊരു ഇപ്പം എന്താണെന്ന് അറിയാം അങ്ങനെ പോകുമ്പോൾ സ്ട്രഗിൾ ഇൻ ദ സെൻസ്, എനിക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ആശ്വാസമായിരുന്നു. അതായത് ഇങ്ങനെ ജീവിക്കാൻ പറ്റും, സർജറി ഒക്കെ ചെയ്ത് ഇങ്ങനെ മാറാൻ പറ്റും എന്നുള്ളത് എനിക്കൊരു ആശ്വാസമായിരുന്നു. എൻ്റെ മനസ്സിലുള്ള ചലഞ്ച് എന്തായിരുന്നു വെച്ചാൽ, ഇത് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു. എനിക്കിങ്ങനെ എല്ലാവരും ആ പോണേ പോട്ടെ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകാനായിട്ട് പറ്റത്തില്ല. ഫോർ മീ ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫാമിലി ഈസ് മൈ ഫസ്റ്റ് സൊസൈറ്റി. അപ്പോൾ ഫാമിലി എനിക്ക് അക്സെപ്റ്റ് ചെയ്യണം, ഫാമിലി എന്നെ അക്സെപ്റ്റ് ചെയ്യണം, സ്കൂളിൽ പഠിച്ചവരെന്നെ അക്സെപ്റ്റ് ചെയ്യണം, കോളേജിൽ പഠിച്ചവരെന്നെ അക്സെപ്റ്റ് ചെയ്യണം, നെയ്ബേഴ്സ്, റിലേറ്റീവ്സ് എല്ലാവരും എന്നെ അക്സെപ്റ്റ് ചെയ്യണം. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അക്സെപ്റ്റ് ചെയ്യണം ഇൻ ദ സെൻസ് അവർ മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. അതല്ലാതെ വെറുതെ പോയതല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറേ ഹോംവർക്ക് ചെയ്തു. എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ജവഹർ നവോദയ വിദ്യാലയത്തിൽ പഠിച്ച, അപ്പൊ അവിടുത്തെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഞാൻ ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ പ്ലാനിങ് ഒക്കെ നടത്തിയത്. അപ്പം അത് ഭയങ്കര സക്സസ് ആയി എന്നുള്ളതാണ്. ലൈക്ക് അച്ഛൻ വാസ് വെരി ഓക്കെ. അച്ഛൻ അത് ഓക്കെ ആയതുകൊണ്ട് തന്നെ റിലേറ്റീവ്സും നെയ്ബേഴ്സും ഓക്കെ ആയി. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രം. അതെ, നോർമലി ഉള്ള ഈ ഒരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് ആരുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാലും ഫാമിലി അക്സെപ്റ്റൻസ് ഭയങ്കര, ഞാൻ ഭയങ്കര റെയർ ആണ് ആ കാര്യത്തിൽ. കാരണം ഒരു ശരാശരി ഒരു ട്രാൻസ് പേഴ്സന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് അല്ല എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഭയങ്കര ഒരു റെയർ കേസ് ആണെന്ന് പറയാം. ഈ ഫാമിലിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് എൻ്റെ കൂടെയുള്ള എല്ലാവരും, അന്ന് ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എൻ്റെ കാര്യത്തിനും വിളിച്ചാൽ ഓടി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രണ്ട്സായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട്. അപ്പം അതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അത് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് കമ്മിങ് ഔട്ട് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് ആണെന്ന് കൂടി വിശ്വസിക്കുന്നു. അത് ഞാനും അതങ്ങനെ ആക്കാനായിട്ട് ഞാനും കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ അച്ഛൻ അക്സെപ്റ്റ് ചെയ്ത ആ ഒരു മൊമെന്റിനെ കുറിച്ച് ഒന്ന് പറയുമ്പോൾ എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. എനിക്കൊരു 50-50 ആയിരുന്നു. കാരണം എനിക്കങ്ങനെ മൊത്തത്തിൽ അങ്ങനെ റിജക്റ്റ് ചെയ്യും എന്നുള്ളൊരു ഇതില്ലായിരുന്നു. പക്ഷെ എനിക്ക് എവിടേക്കും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, മനസ്സിലാക്കും എന്നുള്ളത്. അപ്പൊ അത് നടന്നു. ഇങ്ങനെ ഡയറക്റ്റ് പറയുമായിരുന്നു? അല്ല, ഞാനല്ല പോയത്. എൻ്റെ 2 സുഹൃത്തുക്കൾ, എനിക്ക് പോകാൻ പേടിയായിരുന്നു. ഞാൻ 2 സുഹൃത്തുക്കളെ വഴിയാണ് പോയിട്ട് കാര്യം അവതരിപ്പിച്ചത്.
ഓക്കെ. അപ്പൊ അവര് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു എനിക്ക് നേരത്തെ അറിയായിരുന്നു അവനെങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിക്കട്ടെ. ഓക്കെ, അത് ആക്ച്വലി ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അതെ അതെ, ഞാൻ ഭയങ്കര ഷോക്കായി അത് കേട്ടപ്പോ. അതെ, നമുക്ക് ഇങ്ങനെ ഫാമിലി, നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും ഫാമിലി ഉണ്ടെങ്കിൽ ഒരു സ്ട്രെങ്ത് ആണത്. ഫാമിലി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് തന്നെ. അതെ, അപ്പൊ നമ്മള് വേറെ എവിടെയൊക്കെ അക്സെപ്റ്റ് ആയാലും ഫാമിലി നമ്മൾ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പ്രശ്നമാണ്. അതെ അതെ. ഇപ്പോൾ നാദിറയുടെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷമാണ് ഫാമിലി അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ബെറ്റർ ആണെന്ന് തോന്നുന്നു. അതെ. പിന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജെൻഡർ റിവീൽ ചെയ്ത സമയത്ത് നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അക്സെപ്റ്റ് ചെയ്യില്ല, അങ്ങനെ ഒരു ടൈമായിരുന്നു. അപ്പൊ അത് എങ്ങനെയാണ് ആ ഒരു പീരീഡ് ഓവർകം ചെയ്തത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിന്നൊരു വ്യക്തി ആരാണ് ആ ഒരു സമയത്ത്, ഇമോഷണലി മെന്റലിയും ഒക്കെ കൂടെ നിന്ന? ഇല്ല, എനിക്ക് നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ക്യൂറായിട്ടുള്ള ആളുകളല്ല, അല്ലാത്ത എൻ്റെ സുഹൃത്തുക്കള്, കൂടെ പഠിച്ച സുഹൃത്തുക്കള്, പിന്നെ നെയ്ബേഴ്സ്, അങ്ങനത്തെ കുറച്ച് ആളുകളൊക്കെ എൻ്റെ ഏജ് ഗ്രൂപ്പുള്ളവര്. അപ്പൊ അവര് ഭയങ്കരമായിട്ട് കൂടെ നിന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അന്ന് പണ്ട് ഈ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഭയങ്കര വൈറലൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആക്കിയെടുക്കാനായിട്ട് അവര് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ എടുത്തു പറയാനായിട്ട് ഒരുപാട് പേരുണ്ട്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അനുശ്രീ ഭയങ്കരമായിട്ട് എന്നെ ത്രൂ ഔട്ട്, ഞാൻ നവോദയയിൽ ഒരുമിച്ചായിരുന്നു. അപ്പം നവോദയയിൽ അനുശ്രീ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ലോൺലിനെസ് ഒന്നും ഫീൽ ഇല്ലായിരുന്നു. കൂടെ ഒരാളുണ്ടല്ലോ. അപ്പൊ ആളുമാർ ഒരു ട്രാൻസ്ഫോർമർ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് എനിക്ക് 2005 മുതലേ ഇപ്പൊ 2026 മുതലുണ്ട്. അപ്പം അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു കണ്ടിന്യൂസ് സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് 2021 മിസ് ട്രാൻസ് ഗ്ലോബൽ വിൻ ചെയ്തത്. അപ്പൊ ആ ഒരു ടൈറ്റിൽ വിൻ ചെയ്ത സമയത്ത് അവർ ക്രൗൺ ഡെഡിക്കേറ്റ് ചെയ്തത് അമ്മയ്ക്കും അതുപോലെ തന്നെ അനന്യയ്ക്കും ആയിരുന്നു. അപ്പം അതിനെ കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് ലൈക്ക് എൻ്റെ പേജിട്ട് നടക്കുന്ന സമയത്ത് പകുതി ആയപ്പോഴാണ് അനന്യ ചേച്ചി സൂയിസൈഡ് ചെയ്തത്. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം പുള്ളിക്കാരായിരുന്നു എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ച കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. എന്നിട്ട് അതൊക്കെ പിന്നെ റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനത്തെ കുറേ തലവേദനകളിലൂടെ പോയേണ്ടി വന്നു. അപ്പൊ പിന്നെ ഈ പുള്ളിക്കാരനെ വിചാരിച്ച ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്ററാണ് പുള്ളിക്കാരി. ഇങ്ങനെ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പുള്ളിക്കാരനെ പറ്റിയൊക്കെ ഓർത്തപ്പോൾ കൂടുതലും ഓരോന്ന് ചെയ്യാനായിട്ടുള്ള എനർജി കിട്ടി. അപ്പം അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഫൈനലി അത് വിൻ ചെയ്തു. അപ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ അമ്മ, ഞാനൊരു സക്സസ്ഫുൾ ആവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആൾ എൻ്റെ അമ്മയാണ്. അമ്മ 2015 മരിച്ചതാണ്. അപ്പോൾ അമ്മയ്ക്കല്ലാതെ പിന്നെ ആർക്കാണ് അത് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? അമ്മയ്ക്കും ചേച്ചിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഗവൺമെന്റ് ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഇപ്പം ട്രാൻസ് കമ്മ്യൂണിറ്റി തന്നെ 4 പേർക്കോ അതിലൊരാളായിട്ടാണ് സെലക്ട് ആയത്. അതും ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ? അതിനെ എങ്ങനെ കാണുന്നു? അതെന്റെ തുടക്കം സമയത്ത് തന്നെയായിരുന്നു. അതും എനിക്ക് എന്റെ അക്സെപ്റ്റൻസിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഒരു ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് അത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം തുടക്ക സമയത്ത് തന്നെ അങ്ങനെ ജോലി കിട്ടി. നമ്മുടെയൊക്കെ എൻ്റെ മുന്നേ പറഞ്ഞ പോലെ വൈക്കം പോലത്തെ ഒരു ചെറിയൊരു ഗ്രാമത്തില് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അതിനേക്കാളും വലിയ കാര്യം ഇല്ല അവിടെ നാട്ടുപുറത്ത്. അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ അങ്ങനെ ഒരു ജോലി കിട്ടി എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യമാണ്. എനിക്കത് വലിയ കാര്യം തന്നെയാണ്. എന്നാലും സ്റ്റിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് ഇവരെല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യത്തിലൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ഒരു എമൗണ്ട് ഓഫ് ഡൗട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്ന് ലഘൂകരിക്കാനായിട്ട് ഈ ഒരു ജോലി ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഒരുപാട് പേര് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കാനൊക്കെ പോയി, എന്നിട്ട് കിട്ടാത്തൊരു സംഭവമാണ് കിട്ടിയത്. അതും വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പൊ അതേപോലെ തന്നെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് സൈബർ ബുള്ളിങ്സ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്ത്? ഇപ്പോഴും ഒരുപാട് പേര് കിട്ടുന്നുണ്ട്. ഇപ്പോഴും കിട്ടുന്നത്. കുറേ പേര് അത് കാരണം സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ഇൻസിഡൻസ് വരുന്നുണ്ട്. എങ്ങനെയാണ് ശ്രുതി ഇതിനെ ഓവർകം ചെയ്യുന്നത്?
ആക്ച്വലി സൈബർ ബുള്ളിങ് ചെയ്യുന്നവർ ആരും എൻ്റെ ഫ്രണ്ട്സ് അല്ല, എൻ്റെ റിലേറ്റീവ്സ് അല്ല, എന്നെ സ്നേഹിക്കുന്നവരല്ല, ഞാൻ സ്നേഹിക്കുന്നവരല്ല, ഇവരാരും പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളല്ല. അപ്പം ഇവരൊക്കെ ഒരു ജോലിയും പരഗതിയില്ലാത്ത വെറുതെ വീട്ടിൽ ഇരുന്ന് ചൊറിയും കുത്തിയിരിക്കുന്ന ആളുകൾ പറയുന്നതാണ് നെഗറ്റീവ് കമൻസ്, അല്ലെങ്കിൽ വൃത്തികെട്ട തെറികൾ. അതൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്കും അങ്ങനത്തെ തെറികളൊന്നും വന്നൊരു കമന്റ് ബോക്സിൽ ഇടാനായിട്ട് പറ്റത്തില്ല. അപ്പൊ വൈ ഷുഡ് ഐ കൺസേൺ? അപ്പൊ അങ്ങനെ ഒരു വാല്യൂ ഇല്ലാത്ത ആളുകൾ പറയുന്നതിന് ഞാൻ എന്തിനാ കൺസേൺ ചെയ്യുന്നത് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മീഡിയ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഐ നോ ദാറ്റ് ഇപ്പോൾ കുറച്ച് എക്സ്പോസ്ഡ് ഡ്രസ് ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സോ കോൾഡ് സൊസൈറ്റി മെജോറിറ്റി അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ള ബോധം എനിക്കുണ്ട്. ഞാനൊരു പൊതുബോധത്തിലാണ് ജീവിക്കുന്നത്. സോ ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താ നോക്കുന്നേ എന്നുള്ള മൈൻഡ് എനിക്കില്ല. ഓഫ് കോഴ്സ് നോക്കും. നമ്മൾ എക്സ്പോസ്ഡ് ഡ്രസ് ഇട്ട് പോയി കഴിഞ്ഞാൽ നോക്കും. അത് നോക്കാം, മേ ബി നോക്കാൻ വേണ്ടിയായിരിക്കും ഡ്രസ് ഇട്ട് പോകുന്നത് തന്നെ. നമ്മളിപ്പോൾ ഡ്രസ്സപ്പ് ചെയ്യുന്നത് നമ്മളുടെ കംഫർട്ടബിലിറ്റിക്കും നമ്മളുടെ കോൺഫിഡൻസിനും പ്ലസ് നമ്മൾ ആൾക്കാരെ കാണിക്കാനും വേണ്ടിയാണ്. അതിപ്പോൾ എത്ര അല്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. അപ്പോൾ ആൾക്കാർ നോക്കും. അത് നോക്കണത് എൻജോയ് ചെയ്യുക, അത്ര പറയാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കണ്ടുള്ളപ്പോൾ നോക്കും. അപ്പോൾ അതിലും നെഗറ്റീവ് കമൻസ് വരും. അപ്പം ഞാനത് അത്രയും ലൈക്ക് ഐ നോ ദാറ്റ് അത് വരും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതൊരു പരിധി വരെ ഞാനത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കും. ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് അവരും അത് ചെയ്യരുത് എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ മെഗാസ്റ്റാർസ് ആയിട്ടുള്ള മമ്മൂക്ക, ലാലേട്ടൻ അവർ വരെയും സൈബർ ബുള്ളിങ് നേരിടുന്നുണ്ട്. അപ്പൊ പിന്നെ ഒന്നും അല്ലാത്ത അവരുടെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഞാനൊന്നും ഒന്നുമല്ല. അപ്പൊ എനിക്ക് വരുന്നതിൽ അത്ഭുതമൊന്നും. ഏതെങ്കിലും ഭയങ്കരമായിട്ട് ഹേർട്ട് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോഴാണ് ഹേർട്ട് ആവണം, അങ്ങനെ എന്തെങ്കിലും? അത് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് എന്നെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്കിങ്ങനെ ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് ഇപ്പൊ എന്താ പറയാ മണികിലുക്കം അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇതൊക്കെ വരും. അതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. ചിരിക്കും. ഞങ്ങൾ എല്ലാവരും കൂടി കമന്റ് ബോക്സ് ഒക്കെ വായിച്ചിരുന്ന് ചിരിക്കും. പല കമന്റ്സും വായിച്ച് ചിരിക്കലാണ് പണി. പക്ഷെ ചില ഇങ്ങനെ ഈ തെറി അച്ഛനെ അമ്മേനെയൊക്കെ കൂട്ടിയുള്ള തെറികളൊക്കെ വിളിക്കും. അപ്പൊ അത് എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ വീട്ടിലിരിക്കുന്നവർ പറയുമ്പോൾ അത് ഭയങ്കര വിഷമാവും. അങ്ങനെയല്ല ഇതൊക്കെ ഇച്ചിരി കൂടി. അതെ, അതുപോലെ തന്നെ ഒരു ട്രാൻസ് വുമണിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ശ്രുതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു ഇത്രയും ലൈഫ് പീരീഡിൽ, ഈ ഒരു ടൈം പീരീഡിൽ? ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് കമ്മിങ് ഔട്ട് നടത്തുന്ന പ്രോസസ്സ് തന്നെയാണ്. കാരണം അത് ഭയങ്കര കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ഇവിടെ നിന്ന് വേറെ നാട്ടിലോട്ട് ഇങ്ങനെ പോകുന്നത് അങ്ങനെ പേരൻസിനെ ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ പോകുന്നത്, അവരുടെ അടുത്ത് പിന്നെ വരാത്തത്, എന്നിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് അവർ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. അവര് മാക്സിമം കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കണം. ഒന്ന് തുറന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവത്തുള്ളൂ ചിലപ്പോൾ. അപ്പൊ അത് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ആൾക്കാരോടെങ്കിലും ഞാൻ പറയുന്നത്, തുടക്കം പേരൻസിൻ്റെ അടുത്ത് പറയുക. ഓഫ് കോഴ്സ് നിങ്ങളുടെ കൂടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയായിരിക്കും. അവരുടെയൊക്കെ ഹെൽപ്പോട് കൂടി പേരൻസിൻ്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കുക. അതാണ് ഏറ്റവും ക്രൂഷ്യൽ സിറ്റുവേഷൻ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പോകേണ്ട പാത്ത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ജോലി എന്തെങ്കിലുമൊക്കെ കറക്റ്റായിട്ട് ചൂസ് ചെയ്തിട്ട് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകും. അതെ, അത് ആക്ച്വലി നല്ലതാണ്. അപ്പം പാരൻസിന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെന്തായാലും കൂടെ നിൽക്കും. കാരണം നമ്മളെ കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തിയിട്ട് അവരെന്തായാലും ഉപേക്ഷിക്കില്ലല്ലോ. അതെ അതെ. അങ്ങനെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റീനൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുകയാണെങ്കിൽ കമ്പയറിംഗ് ടു ഒരു 10 വർഷം മുമ്പ് സിറ്റുവേഷൻ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ബട്ട് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈ നമ്മുടെ ക്യൂർ ആളുകളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഗ്രൂപ്പുകൾ തന്നെയുണ്ട്. ഐ മീൻ കുറച്ച് മതം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ലൈക്ക് ഇതിന് അഗെയിൻസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഈ നെഗറ്റീവ് കമന്റ്സ് കൂടുതൽ ഇടുന്നതും അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ്. ഒരു പർട്ടിക്കുലർ മതത്തിലുള്ള ആളുകൾ തന്നെയാണ് ഇടുന്നതും. അപ്പൊ അത് നമുക്കങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാനും പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മതസ്പർദ്ധ ഉണ്ടാക്കുന്നെന്ന് പറയും. അപ്പൊ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അത് അങ്ങനത്തെ ആളുകളിൽ നിന്നുള്ള റിജക്ഷൻസ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് സോഷ്യൽ മീഡിയ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അതൊന്നും മാറാനായിട്ട് പോകുന്നുണ്ടോ? മാറാനായിട്ടൊന്നും പോകുന്നൊന്നുമില്ല.
എനിക്ക് തോന്നുന്നു ഈ മുന്നത്തെ മതത്തിന്റെ പേരിലുള്ള അടികളൊക്കെ നമ്മൾ പണ്ട് മുതലേ കാണുന്നതാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നും ഭയങ്കര വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സംസാരം കുറയ്ക്കും, പക്ഷെ മനസ്സിലുണ്ടാവും ആളുകളുടെ ഇന്ന ഇതാണ്, ഇന്ന കാസ്റ്റ് ആണ്, ഇന്ന റിലീജിയൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. പതുക്കെ പതുക്കെ മാത്രമേ ഇതിനൊക്കെ തുടച്ചു നീക്കാൻ പറ്റുള്ളൂ. അതുപോലത്തെ ഒരു കാര്യമാണ് ഇതും. മനസ്സിലൊക്കെ ഉണ്ടാവും, പക്ഷെ അത് പതുക്കെ 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 മാറത്തുള്ളൂ. ടേക്സ് ലോട്ട് ഓഫ് ടൈം. ഇപ്പൊ ഇല്ലേ ഈ ഇപ്പൊ പറഞ്ഞില്ലേ അക്സെപ്റ്റൻസ് ഇനിയും ടൈം എടുക്കുമായിരിക്കും പറഞ്ഞില്ലേ, പക്ഷെ ഈ ഇവരുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ മാരേജസും കാര്യങ്ങളൊക്കെ ഇപ്പം സൊസൈറ്റിയിൽ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വളർച്ചയുടെ സത്യം. മാരേജ്, അതുപോലെ ഒരുപാട് ആളുകൾ ഹൗസ് വാമിങ് നടത്തുന്നു. പിന്നെ ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ ദിവസം കൈകൊട്ടിക്കളി ടീം ഉണ്ടായി, അത് ഭയങ്കര വൈറലാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അതിന്റെ അടിയിൽ ഫുള്ള് ഭയങ്കര നല്ല കമന്റ്സ് ആണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആണ് ആ ഒരു വീഡിയോയുടെ. അതിലെല്ലാ വീഡിയോസിന്റെ അടിയിൽ ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് ആളുകൾക്ക്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര നല്ലൊരു സന്തോഷം തോന്നും. ഒരു മാറ്റത്തിന്റെ ഒരു സൈനാണ് ഇതെല്ലാം. സ്റ്റിൽ ഇതെല്ലാം ഇങ്ങനെയൊക്കെ നല്ലത് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിലും കുറച്ച് ആളുകൾ നെഗറ്റീവ് വരുമ്പോൾ മിണ്ടാൻ വേണ്ടി മാത്രം നോക്കിയിരിക്കുന്നുണ്ട്, അനങ്ങാതെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവര് പൊങ്ങി വരും അടുത്തൊരു എന്തെങ്കിലും പ്രശ്നം വരും. അതെ, അത് എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. ചില ആൾക്കാർ അങ്ങനെയാണ്. ഒരാളുടെ ഒരു സക്സസിൽ സന്തോഷിക്കാൻ ഇഷ്ടപ്പെടാതെ നമ്മളിപ്പോ എല്ലാരെയും ബോധിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തൊന്നുമില്ല. ഇപ്പൊ ക്യൂർ ആയിട്ടുള്ള ആളുകളുടെ കാര്യം മാത്രമല്ല, ഇപ്പൊ എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാവരും സന്തോഷിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകത്തുമില്ല. അങ്ങനെ ആകേണ്ട ആവശ്യവും ഇല്ല. നമുക്ക് ആവശ്യമുള്ള കുറച്ച് ചുറ്റിലുള്ള ആൾക്കാരുണ്ടാവും, അവരെ മാത്രം ബോധിപ്പിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ മൂവീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ചില GCC കൺട്രീസിൽ ഇങ്ങനെയുള്ള ഈ ട്രാൻസ് ആരെങ്കിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ ബാൻ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അടുത്ത വലിയ പ്രശ്നമാണ്. സോ അതിന് ആക്ച്വലി ഈ സൗദി പോലുള്ള കൺട്രീസിലൊക്കെ 2018 മുതലാണ് സിനിമ പ്രദർശിപ്പിച്ച് തുടങ്ങുന്നത് തന്നെ. അതുവരെ അവിടെ സിനിമയെ ബാൻ ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കൺട്രിയാണ്. അപ്പൊ പിന്നെ സിനിമ അവിടെ കാണിക്കുന്നത് തന്നെ അവിടെ വലിയ കാര്യമാണ്. അപ്പോൾ 2018 മുമ്പുള്ള ഇപ്പൊ പുലിമുരുകൻ, ദൃശ്യമൊക്കെ 16-13 സിനിമയാണ്. അതൊക്കെ 100 crore ക്ലബിൽ കയറിയ സിനിമയാണ്. അപ്പൊ അതിലെ 100 crore ഈ പറയുന്ന GCC കൺട്രീസിന്റെ റവന്യൂ ഇല്ല. അതിൽ റവന്യൂ നമ്മുടെ ഡൊമസ്റ്റിക് റവന്യൂ പ്ലസ് ഓവർസീസ് റവന്യൂ അതർ ദാൻ സൗദി അല്ലെങ്കിൽ GCC കൺട്രീസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിലൊന്നും ഇത് പെട്ടിട്ടില്ല. അപ്പൊ നമ്മുടെ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ അതിപ്പോ ഡൊമസ്റ്റിക് റവന്യൂയും ഈ GCC അല്ലാത്ത റവന്യൂ മതി എന്നുള്ളതാണ് അതിന് വിജയിക്കാനായിട്ട്. ഇപ്പൊ ഒരു മോശം സിനിമയാണെങ്കിൽ ഇവിടെയും വിജയിക്കില്ല, കേരളത്തിലുള്ള ഓഡിയൻസും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ അത് അങ്ങോട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. സോ ആസ് ലോങ് ആസ് ദ ഫിലിം ഇസ് അക്സെപ്റ്റഡ് ബൈ ദ ഓഡിയൻസ്, നത്തിങ് എൽസ് മാറ്റേഴ്സ്. എനിക്ക് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ അങ്ങനെ ഒരു മൂവിയിൽ അഭിനയിക്കുന്നു, ഇപ്പം ആ ഒരു രാജ്യത്ത് ശ്രുതി അഭിനയിച്ചൊരു മൂവി അങ്ങനെ ബാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഹേർട്ട് ആവുമായിരിക്കില്ലേ? വിഷമം തോന്നും, പക്ഷെ ഐ ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. അതിപ്പോ ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഫ്രെയിം വർക്കുകളുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ചില പെർട്ടിക്കുലർ ആളുകൾ, ഇപ്പൊ ക്യൂർ ആയിട്ടുള്ള ആളുകളുടെ സിനിമകൾ മാത്രമല്ല, വേറെ ഒരുപാട് സിനിമകളും കുറെ കണ്ടീഷൻസ് ഉണ്ട് അവർക്ക്. ഇപ്പോ കാതൽ പോലുള്ള മമ്മൂട്ടിയുടെ സിനിമ അത് ബാൻ ചെയ്തു. പിന്നെ അതുപോലെ ആവേശത്തിലൊരു സീൻ, പൂജയുടെ ഒക്കെ ഒരു സീൻ കട്ട് ചെയ്തിട്ടാണ് അവരെ കാണിച്ചത്. അപ്പൊ ഒരുപാട് സിനിമകൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ക്യൂർ ആയിട്ടുള്ള അത് വരുമ്പോഴാണ് കൂടുതലും ചർച്ചയാവുന്നത് എന്നുള്ളതാണ്. ഇപ്പം സുന്ദരിയാണ്, അപ്പം ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ എന്തായാലും വരും. അപ്പം ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ പുറത്തുനിന്നും അതല്ലാത്ത ആൾക്കാരും വരാറുണ്ടോ? അപ്പൊ അല്ലാത്ത ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ എന്ത് ക്വാളിറ്റീസ് ഒക്കെ ആയിരിക്കും വേണ്ടത്? അല്ല, ഞാനങ്ങനെ റിലേഷൻഷിപ്പിലൊന്നും ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ആളല്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് സിനിമകൾ ചെയ്യണം, പിന്നെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനത്തെ ഉള്ള മൈൻഡുള്ള ആളാണ്. റിലേഷൻഷിപ്പിന് പറ്റിയൊരു മെറ്റീരിയലേ അല്ല. ഞാൻ ഒട്ടും ക്രിഞ്ചല്ല, ഒട്ടും പൈങ്കിളി അല്ല. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ഒരു കൈൻഡ് ഓഫ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള, ഇങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാവരുടെ സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഈ ടോണില്ലേ, ഈ ഒരു ഭയങ്കര ബോസി ടോൺ എനിക്ക് വരും. ഞാൻ ഭയങ്കര ബോസിയാണ്. ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാവരെയും ഭരിച്ചു നിൽക്കും. അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പോയി എടുത്തിട്ട് വാ,
അതെടുത്തിട്ട് ഇപ്പൊ പ്ലേറ്റ് പോയി കഴുകി വെക്കുക, ഞാൻ അതിനടുത്തൊക്കെ ഓർഡർ ചെയ്യും, പ്ലേറ്റ് കഴുകി വെക്കുക, അങ്ങനെ പറയുന്ന ഒരു ടൈപ്പ് ആളാണ് ഞാൻ. ഇത് പൊതുവെ ആണുങ്ങൾക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ആണുങ്ങളെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിംഗിളായിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ബട്ട് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാള് വരുവാണെന്നുണ്ടെങ്കിൽ നോക്കാം എന്നതേ ഉള്ളൂ. അങ്ങനെ ആൾക്ക് വലിയ ക്വാളിറ്റി ഇപ്പൊ ജെനുവിൻ ആയിരിക്കണം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 90s കിഡാണ്, ഭയങ്കര കൾട്ട് 90s കിഡാണ്. അതായത് 90s എല്ലാ എക്സ്പീരിയൻസുകളും ഒപ്പം എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളായിരിക്കണം എന്നുള്ളത്. ഒരു 80s കിഡ് തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എനിക്ക് എൻ്റെ പാട്ടുകള്, സിനിമ, ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സിനിമകളെ പറ്റി, പാട്ടുകളെ പറ്റിയൊക്കെയാണ്. ഞാൻ അതിന്റെ വിക്കിപീഡിയയാണ്. ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് വർഷം ഇറങ്ങി, ഏത് സിനിമയിലാണ്, ഏത് മ്യൂസിക് ഡയറക്ടർ, ലിറിക് സ്റ്റാർ ആണ്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഫസ്റ്റ് മൂവീസിന്റെ പേര് പറഞ്ഞപ്പോൾ മനസ്സിലായി. ഓക്കെ. അപ്പൊ അത് ഞാൻ അതിന്റെ ഭയങ്കര വിക്കിപീഡിയയാണ്. അപ്പം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എൻ്റെ പാർട്ണർ. അത് ഭയങ്കര മസ്റ്റാണ്. ഭയങ്കര പഴയ ഇളയരാജ സോങ്സ്, രവീന്ദ്ര മാഷിന്റെ, ജോൺസൺ മാഷിന്റെ, അവരുടെയൊക്കെ പാട്ടുകൾ അറിയാൻ മേലാത്ത ആള് എന്റെ പരിസരത്ത് വരില്ല. ഉടനെ വിവാഹം? വിവാഹം ഇല്ല. ഇൻ കേസ് ഞാനൊരു കമ്മിറ്റ് ആവുകയാണെങ്കിൽ തന്നെ ഭയങ്കര ആർഭാടമായിട്ടൊന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് വിവാഹത്തിലൊക്കെ പോകാൻ ഇഷ്ടമാണ്. മറ്റുള്ളവരുടെ വിവാഹത്തിൽ പങ്കെടുക്കാനും സദ്യ കഴിക്കാനും ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പോകാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്കായിട്ടൊരു വിവാഹം അങ്ങനെ കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങി നിൽക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ആളാണ്. അങ്ങനത്തെ ആഗ്രഹമൊന്നും എനിക്കില്ല. എനിക്ക് അങ്ങനെയൊക്കെ ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും സിനിമയിലെ ക്യാരക്ടറായിട്ട് ഒരുങ്ങണം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ എന്റെ കല്യാണത്തിനായിട്ട് ഒരുങ്ങണം അങ്ങനെ ആഗ്രഹമില്ല. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഒരു സിനിമയില് എങ്ങനത്തെ കൈൻഡ് ഓഫ് റോൾ ചെയ്യാനാണ് ഇഷ്ടം? എനിക്ക് ഭയങ്കര ഒരു നാടൻ പെൺകുട്ടി, ഈ മുല്ലപ്പൂവൊക്കെ വെച്ച് ധാവണി കൊടുത്ത് അല്ലെങ്കിൽ സാരിയൊക്കെ ചുറ്റി ഭയങ്കര തമിഴ് നാടൻ പെൺകുട്ടി, അങ്ങനെയൊക്കെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ വിചാരിച്ചു വില്ലത്തി കൈൻഡ് ഓഫ് റോൾസ് ചെയ്യാനായിരിക്കും. അതൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലുക്ക് എനിക്ക് പൂ മസ്റ്റാണ്. മുല്ലപ്പൂ അല്ലെങ്കിൽ കനകാംബരം ഒക്കെ വെച്ച് നല്ല ലോക്കൽ ധാവണി, ഭയങ്കര അങ്ങനത്തെ ഒരു ധാവണിയെ കൊടുത്ത് ആ ലുക്കാണ് എനിക്ക് ഇഷ്ടം. ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഇഷ്ടം. യെസ്. ഈ നമ്മുടെ ബൈസൺ സിനിമയിലെ അനുപമ പരമേശ്വരൻ, രജിഷ വിജയൻ, അവരുടെയൊക്കെ ആ ഒരു ലുക്കില്ലേ, അതാണ് എന്റെ ഡ്രീം ലുക്ക്. ഇപ്പം ലൈഫിൽ പഠിച്ച ഏറ്റവും വലിയൊരു ലെസൺ ചോദിച്ചാൽ? നമ്മൾ പണ്ടൊക്കെ ഞാൻ ലൈക്ക് എൻ്റെ വീട്ടിൽ വൈക്കാണ് എൻ്റെ വീട്. അപ്പം എല്ലാ ദിവസവും മീൻ കറി ഉണ്ടാവും. അത് ചില സമയത്ത് എനിക്ക് എല്ലാ ദിവസവും മീൻ കറി, അച്ചിങ്ങ തോരൻ, പയറ്, അച്ചിങ്ങ തോരൻ, കോവയ്ക്ക മെഴുക്ക് വരട്ടി, ഇതൊക്കെ എപ്പോഴും എല്ലാ ദിവസവും വീട്ടിലുണ്ടാവുന്ന ഒരു സംഭവങ്ങളായിരുന്നു. പക്ഷെ എനിക്കത് അന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പം ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നു, ഇപ്പം ഏറ്റവും കൂടുതൽ ഞാൻ കഴിക്കുന്ന അച്ചിങ്ങ തോരൻ, കോവയ്ക്ക, മീൻകറി, ഇതൊക്കെയാണ് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷെ അന്ന് നമ്മൾ ഭയങ്കരമായിട്ട് റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമായിരുന്നു. അപ്പം അന്ന് അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരുമ്പോൾ അതിന് വാല്യൂ മനസ്സിലാക്കാതെ വേറെ വീട്ടിലൊക്കെ, ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി ഞാൻ എപ്പോഴും കഴിക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ വരില്ല, ഞാൻ കഴിച്ചു എന്ന് പറയും. അപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കര ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര അയ്യോ ഞാൻ എന്താ അങ്ങനെയൊക്കെ ചെയ്തേ, ഒരു ബോധമില്ലാത്ത കൊച്ചുകുട്ടിയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം തോന്നും എപ്പോഴും ഓർക്കുമ്പോൾ. ലൈക്ക് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ തോന്നും. അപ്പം നമ്മളിങ്ങനെ അങ്ങനത്തെ അതൊരു ഭയങ്കര വലിയ തിരിച്ചറിവാണ് എനിക്ക്. ലൈക്ക് നമ്മൾ കണ്ണുള്ളപ്പോഴല്ലേ കണ്ണിന്റെ വില മനസ്സിലാക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ, പണ്ട് നമ്മൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങൾ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം അത് ഭയങ്കരമായിട്ട് നമ്മളത് അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 90s കിഡ്സിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. ഒരു സാഡ് തിങ് ആണ്. നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ്. അപ്പൊ തിരിച്ചു പോകാൻ തോന്നുന്ന ഒരു കാലഘട്ടം ചോദിച്ചാലോ? അത് ഓഫ് കോഴ്സ്
90s തന്നെയാണ്. എന്നാലും 97, 98 ആ ഒരു സമയമൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ തീരെ കുഞ്ഞാന്ന്. പക്ഷെ അന്നൊക്കെ ഇങ്ങനെ എല്ലാ വീട്ടിലും TV ഇതൊന്നും ഇല്ല, റേഡിയോ അതൊന്നും ഇല്ല. ഒരു 5-6 വീടിൻ്റെ ഇടയ്ക്ക് ഒരു വീട്ടിലുണ്ടാവും. ആ വീട്ടിൽ ഭയങ്കര ഒച്ചയിൽ വെക്കും, അങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് ഈ 97 എന്നൊക്കെ പറയുമ്പോൾ അനിയത്തിപ്രാവ്, ആ സിനിമ, സമ്മാനം, അനിയത്തിപ്രാവ്, പിന്നെ ദിൽസേ, അങ്ങനത്തെ അതിലൊക്കെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം അതിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ അതൊക്കെ കേട്ടായിരിക്കും ഞാൻ എഴുന്നേക്കുന്നത് തന്നെ സ്കൂളിൽ പോകാൻ വേണ്ടി. തൊട്ടപ്പുറത്തെ വീട്ടിലെ ആള് ഒച്ചയിൽ വെക്കും. അപ്പം ഞങ്ങള് നാട് ഫുള്ള് കേൾക്കാം. അപ്പം അങ്ങനെ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. ആ സമയത്ത് അന്ന് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പാട്ടുകളും ഭയങ്കരമായിട്ട് കാണാപ്പാഠം അറിയാം, ഭയങ്കര ബൈ ഹാർട്ടാണ്. ഇപ്പോഴും ഇങ്ങനെ മനസ്സിങ്ങനെ കേൾക്കും. അപ്പം ആ ഒരു എറ 97, 98, 99 ആ ഒരു സമയമൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് പിന്നെയും പോകാൻ തോന്നുന്ന സമയമാണ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സർജറിയെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണെന്ന് നമുക്കറിയാം. അപ്പം എത്രത്തോളം അത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തതാണെങ്കിലും അതിൻ്റെ ഒരു ആഫ്റ്റർ കെയറും കാര്യങ്ങളും അതിനെ കുറിച്ചൊന്ന്. സർജറി ഒക്കെ ആഗ്രഹിച്ച് തന്നെ ചെയ്തതാണ്. വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് പോയി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആഗ്രഹിച്ച് വരുന്നതാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ചെയ്തതാണ്. അപ്പൊ അത് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമൊന്നുമല്ല. ലൈക്ക് സർജറി ഇപ്പൊ നമ്മുടെ സെക്സ് റീഅസൈൻമെന്റ് സർജറിനേക്കാളും ഭയങ്കര വലിയ സർജറികളുണ്ട്. ഈ നമ്മുടെ ഹാർട്ടിന്റെയും ബ്രെയിനിന്റെയും ഒക്കെ ഒരുപാട് സർജറികൾ, ക്യാൻസർ പേഷ്യൻസ് ഫേസ് ചെയ്യുന്ന സർജറികൾ, അതൊക്കെ വെച്ച് നോക്കാൻ ഇതൊന്നും അല്ല. അത്രേ ഉള്ളൂ, ഭയങ്കര ചെറിയൊരു സർജറി, അത്രേ ഉള്ളൂ. നോർമലി എല്ലാരും സംസാരിക്കുമ്പോൾ ഭയങ്കര ഞാൻ പറഞ്ഞ സർജറി എന്തിനാ ഇത്ര എക്സാഗറേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല സർജറിനെ പറ്റി. സർജറി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല ട്രാൻസ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതൊരു എപ്പോഴും ഓപ്ഷനാണ്. അത് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിൽ ചെയ്യണ്ട, അത്രേ ഉള്ളൂ. അത്രേ ഒരു നിസാരവൽക്കരിച്ച് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണത്, അത്രേ ഉള്ളൂ. സർജറി ചെയ്തു എന്ന് പറഞ്ഞ ഒരാൾക്കൊരു റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യമില്ല. സർജറി ചെയ്ത ആളും ചെയ്യാത്ത ആളും ഒരേ റെസ്പെക്ട് കിട്ടേണ്ട ആള് തന്നെയാണ്. അപ്പോൾ സർജറി ചെയ്തു എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ടു റെസ്പെക്ട് അല്ലെങ്കിൽ മോർ കെയർ കൊടുക്കണം, അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അത് മോർ കെയർ കൊടുക്കണം, അവർ സ്വയം തീരുമാനിച്ചിട്ടെടുത്ത കാര്യമാണ്. അല്ലാതെ ആരും പോയിട്ട് നീ പോയി സർജറി ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞ് പോയി തല്ലിപ്പഴിപ്പിച്ച് ചെയ്തതല്ല, സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് പോയി ചെയ്ത കാര്യമാണ്. അതിനവർക്ക് ലൈക്ക് അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ഒരേപോലെ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഈ റീസെന്റ് ജാസിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഹെൽനോസ് പാർട്ടിയൊക്കെ ആയിട്ട്. ഒന്നും അറിയത്തില്ല, ജാസിയല്ലേ ജാസി പറഞ്ഞ കാര്യങ്ങളല്ല. അപ്പൊ ജാസി തന്നെ വന്ന് റിപ്ലൈ തരും. ജാസിനെ ഇന്റർവ്യൂ വിളിക്കുമ്പോ ചോദിക്കാം. ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ മൂവീസ് ചെറിയ ചെറിയ റോൾസ് ആണെങ്കിലും ഇനിയും മൂവീസിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ട്രാൻസ് ഒരു വുമൺ ആണ്, അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണ് ശ്രുതി? ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ലൈക്ക് ഞാൻ ഇത്രയ്ക്ക് വരെയൊക്കെ ആവുമെന്നൊന്നും വിചാരിച്ചില്ല. ഇപ്പൊ സിനിമയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച ആളല്ല. ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റും, അങ്ങനെ ആഗ്രഹമുണ്ട്, അതുണ്ട്. പക്ഷെ അങ്ങനെ വരാൻ പറ്റും എന്നുള്ള ഇതിൽ ഞാൻ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആളാണ്. എനിക്ക് എപ്പോഴും ഞാൻ ഭയങ്കര സ്വപ്നജീവിയാണ്. ഹെഡ്സെറ്റ് വെച്ച് ഒരു പാട്ട് കേട്ടിട്ട് ആ പാട്ടിൽ തടിയായിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സീൻ വരുമ്പോൾ അതിങ്ങനെ കാണുന്ന എല്ലാം ഞാനാണ്, സ്ക്രീനിൽ കാണുന്നതല്ല. അപ്പൊ അങ്ങനെ ജീവിച്ചിരുന്ന ആളാണ്. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ അങ്ങനെ സ്വപ്നം കണ്ട് ജീവിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷെ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഒരു 1-2 സിനിമകളിൽ മുഖം കാണിക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ്. പിന്നെ 1-2 വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. മാത്രമല്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഒരുപാട് പ്രൊമോഷൻസ്, ആഡ്സ് അതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇതൊന്നും കിട്ടാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചെടുത്ത് നോക്കാൻ നേരത്ത്, അവരെ കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഇത്രയൊക്കെ ആയി എന്നുള്ളത് എനിക്ക് ഒരു ആശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു റീൽസ് ഇട്ട് കഴിഞ്ഞാൽ സാധാരണ ആളുകൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ട് ഷൂട്ട് ചെയ്യും, ഒട്ടും വ്യൂ പോകുന്നില്ല, ആരും കാണുന്നില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് പലപ്പോഴും വരാറുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ മിസ് ട്രാൻസ് ഗ്ലോബൽ ആയതും, ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റിയതും, ഗ്ലോബലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയ അതൊക്കെ ഭയങ്കര എല്ലാം കൊണ്ടും, പിന്നെ അഡിഡാസ് പോലുള്ള ബ്രാൻഡുകളുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യാനൊക്കെ പറ്റിയത്
എല്ലാം കൊണ്ടും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് അവസാനമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് ഇപ്പം ഫാമിലിനെ കുറിച്ച് സംസാരിച്ചപ്പോ സിബ്ലിംഗ് ഒരു ചേട്ടനുണ്ട് പറഞ്ഞു, ചേട്ടനുമായിട്ടുള്ള ഒരു ബോണ്ട് കാര്യങ്ങള്? ചേട്ടനുമായിട്ട് ഭയങ്കര ലൈക്ക് തുടക്കമൊക്കെ ഭയങ്കര അടിയുണ്ടാവും, ഞങ്ങൾ എപ്പോഴും അടി ഉണ്ടാക്കുകയും ചെയ്യും, പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ പോയിട്ടുള്ളത് എൻ്റെ ചേട്ടൻ്റെ കൂടെ ആയിരിക്കും. ഞാൻ അച്ഛൻ്റെ കൂടെയും പോകും, ചേട്ടൻ്റെ കൂടെയും പോകും, തുടക്കം കുഞ്ഞായിരിക്കുമ്പോൾ കസിൻസിൻ്റെ കൂടെയും പോകും. അപ്പം ഞാൻ കുറച്ചൊന്നൊരു 7th 6th 7th ഒക്കെ ആയ സമയം തൊട്ടേ ഞാൻ ചേട്ടൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സിനിമ കാണാനായിട്ട് പോകുന്നത്. അപ്പം അങ്ങനത്തെ ഭയങ്കര ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലൊരു ബോണ്ടായിരുന്നു ചേട്ടനുമായിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഇത് ഈ പറഞ്ഞ പോലെ കമ്മിങ് ഔട്ട് നടത്ത സമയത്ത് തുടക്കം ഒരു ഡൗൺ ആയിരുന്നു, പിന്നെ ഓക്കെ ആയി. ഇപ്പൊ ഭയങ്കര കൂട്ടാണ് ചേട്ടനായിട്ട്. ഓക്കെ, ഇപ്പൊ ഈ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് ഗ്ലോബലി പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ, അപ്പൊ ആ ഒരു സമയത്ത് അത് എങ്ങനെയായിരുന്നു ആ ഒരു ഫീല്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 16 പേരെ പിന്തള്ളിയാണ് വിജയിച്ചത്, അപ്പം അതൊക്കെ എങ്ങനെ കാണുന്നത്? എക്സ്പെക്ട് ചെയ്തിരുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നു? ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു സബ് ടൈറ്റിലൊക്കെ കിട്ടി അങ്ങനെ നിൽക്കും എന്നൊക്കെ വിചാരിച്ചു. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2nd റണ്ണറപ്പ് ആവും എന്നൊക്കെ വിചാരിച്ചു, അത്രേ ഉള്ളൂ. വിന്നർ ആവുമെന്നൊന്നും വിചാരിച്ചില്ല. ബട്ട് ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് സന്തോഷം അത് ആയപ്പോ. ഇപ്പോൾ ഈ മെട്രോയിലൊക്കെ ഇപ്പോൾ ഇതുപോലുള്ള ആൾക്കാർ, ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ആദ്യമൊക്കെ ഉണ്ടാവും, പക്ഷെ ഇപ്പോൾ അവരൊന്നും അധികം കാണുന്നില്ല, എല്ലാവരും ഡിസപ്പിയർ ആണ്. അപ്പം ഇപ്പോഴും ഉണ്ടല്ലോ കുറെ ആളുകൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചു പേരൊക്കെ നിർത്തി പോയിട്ടുണ്ട്. അപ്പം അതിനെ കുറിച്ച് നിർത്തിപ്പോയത് ബെറ്റർ, അവർക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ കിട്ടിയത് കൊണ്ടായിരിക്കും. ഇപ്പൊ നമ്മളങ്ങനെ തന്നെയല്ലേ, ഇപ്പൊ ഒരു സ്ഥലത്ത് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യുമോ എല്ലാവരും? ഇല്ലല്ലോ. അപ്പൊ ബെറ്റർ ഓപ്ഷൻ കിട്ടുമ്പോൾ മേ ബി ഒരു 8,000 റുപ്പീസിന്റെ ഒരു ജോലിക്ക് കയറുന്നു, ഒരു 15,000 റുപ്പീസിന്റെ അടുത്തൊരു ജോലി കിട്ടുമ്പോൾ അത് ഓപ്റ്റ് ചെയ്യും. അതൊക്കെ തോന്നി. ഞാൻ കുറെ ജോലികൾ മാറി മാറി ബെറ്റർ ജോലി വന്നപ്പോ മാറി മാറി ചെയ്ത ആളാണ്. എല്ലാവരും അങ്ങനെ തന്നെയാ. അപ്പം ഈ ഗവൺമെന്റ് ജോലി അല്ലാണ്ട് വേറെ എന്തിലേക്കാണ്? ഞാൻ IT പ്രൊഫഷണൽ ആയിരുന്നു. ഞാൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ടെക് സപ്പോർട്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇങ്ങനത്തെ പിന്നെ ഒരു CS ഫേമിൽ ആർട്ടിക്കിളായിട്ട് ജോലി ചെയ്തു. അങ്ങനത്തെ കുറെ ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് പിന്നെ നന്നായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയും കോർപ്പറേറ്റ് ജോലിയാണ്. എപ്പോഴാണ് സിനിമ ഒരു ഡ്രീമായിട്ട് വന്നത്? സിനിമ ഡ്രീമായിട്ട് വന്നത് ഞാൻ ഈ എൻ്റെ ചേഞ്ച് ആയ സമയത്ത് ട്രാൻസ് പേഴ്സൺ ആയിട്ട് ഞാൻ കമ്മിങ് ഔട്ട് നടത്തിയ സമയത്ത് തന്നെ സിനിമ സ്വപ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അത് അതിനെപ്പറ്റി ലൈക്ക് എഫേർട്ട് എടുക്കാൻ തുടങ്ങി, ലൈക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ലൈക്ക് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഏതെങ്കിലും ഫങ്ഷൻസിന് ഡയറക്ടേഴ്സിനെയും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെയൊക്കെ കാണുമ്പോൾ പോയിട്ട് അവസരം ചോദിക്കാൻ തുടങ്ങും. അത് പൊതുവേ എനിക്ക് ഭയങ്കര കുറവാണ്. അത് വേണം എന്നുള്ളതാണ് സിനിമക്കാർ പറയുന്നത്, നമ്മൾ അവസരം ചോദിക്കണം. ബട്ട് ഞാൻ അധികം അങ്ങനെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല, ആൾക്കാരോട് പോയി അങ്ങനെ അങ്ങോട്ട് സംസാരിക്കുന്ന ആളൊന്നും അല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അടുത്ത സിനിമയിൽ ഒരു അവസരം തരണേ എന്ന് പറഞ്ഞു. പിന്നെയും എനിക്ക് ഏറ്റവും അടുത്തായിട്ട് അറിയാവുന്ന കുറച്ച് ഡയറക്ടറോട് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. തരുൺ മൂർത്തി എൻ്റെ വൈക്കംകാരനാണ്, നാട്ടുകാരനാണ്. തരുൺ മൂർത്തി, ജിയോ ബേബി, അങ്ങനത്തെ കുറച്ച് ആളുകളോട് മാത്രമേ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പം ഈ മീഡിയ ഫീൽഡിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? മീഡിയ ഫീൽഡിൽ നിന്ന് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എടുത്തു പറയാനായിട്ട് ഇപ്പൊ അങ്ങനെ ലൈക്ക് എനിക്കങ്ങനെ പറയാനായിട്ട് ഒന്നും മനസ്സിൽ വരുന്നില്ല. നമ്മൾ ഈ ചാൻസസ് ചോദിക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ അങ്ങനെ ഓക്കെ അങ്ങനത്തെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങനെ ചില ആളുകൾ, അത് സിനിമ ഫീൽഡിലുള്ളവരല്ല, സിനിമ ഫീൽഡിലുള്ളവരാണെന്ന് പറഞ്ഞ് ചിലവർ വിളിക്കും. എന്നിട്ട് സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവര് ഫേക്ക് ആണ് എന്നുള്ളത്. അത് ഞാൻ അങ്ങനെ റിജക്ട് ചെയ്യും. കാരണം ഞാനിങ്ങനെ സംസാരിക്കുന്ന അവരുടെ അടുത്ത് ഭയങ്കര ഒരു ടഫ് ടോണിലാണ് സംസാരിക്കുന്നത്. അവര് വിചാരിക്കുന്ന ആളെ ആയിരിക്കത്തില്ല ഞാൻ കോൾ ചെയ്യുമ്പോ. അപ്പൊ തന്നെ അവര് വെച്ചിട്ട് പോകും, സോറി എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോകും. എന്റെ അടുത്ത് ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും.
അല്ലെ ഭയങ്കര ഹാർഡായിട്ടുള്ള അതെ അതെ അല്ല ഭയങ്കര ഭയങ്കര പാവമാണ്, പക്ഷെ ഞാൻ ഭയങ്കര ഇതായിട്ട് സംസാരിക്കും, ഹാർഡായിട്ട് സംസാരിക്കത്തുള്ളൂ. ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ആളല്ല. അങ്ങനെ ഭയങ്കര ഹസ്കി ആയിട്ട് സംസാരിച്ച് ആടിക്കുഴഞ്ഞ് സംസാരിച്ച് ഭയങ്കര എല്ലാരെയും ലവബിൾ ആക്കി സംസാരിച്ച് പോകുന്ന ആളല്ല. ഞാൻ മറ്റേ കാർത്തിക് സൂര്യയുടെ ഒരു 3 years ബാക്ക് അതിലിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എല്ലാത്തും സംസാരിക്കും, പക്ഷെ എങ്ങനെയാണ് കുറച്ച് മിണ്ടുന്ന ടൈപ്പ്, പക്ഷെ എന്നെ കാണുമ്പോഴേ എല്ലാരും ഇങ്ങനെ വിചാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ മിണ്ടുന്ന ടൈപ്പ് ആണെന്ന് ആൾക്കാർ തോന്നും, മിണ്ടുന്ന ടൈപ്പ് അല്ല. അങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന റീൽസും അതൊക്കെ കാണുമ്പോ ആളുകൾ വിചാരിക്കുന്ന ഭയങ്കര എക്സ്ട്രോവേർട്ട്, എല്ലായിടത്തും ചാടി ചാടി സംസാരിക്കുന്ന ആളാണ്. പക്ഷെ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, സംസാരിക്കേണ്ട സ്ഥലത്ത് മാത്രം സംസാരിക്കുന്ന ഒരു ആംബിവേർട്ട് എന്ന് പറയാം. സംസാരിക്കേണ്ട സ്ഥലത്ത് മാത്രം സംസാരിക്കുന്ന ഒരു ആളാണ് ഞാൻ. അങ്ങോട്ട് കയറിയിട്ട് എല്ലാവരോടും സംസാരിക്കുന്ന ആളല്ല, ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളല്ല എന്നുള്ളതാണ്. ഞാനിപ്പോ ഇത് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ കൊണ്ടിരിക്കും, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഇങ്ങനെ ഇരിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരാളാണ്. ഭയങ്കര ലോസ്റ്റ് ആകും ഞാൻ ഭയങ്കരമായിട്ട്. പെട്ടെന്ന് ADHD ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഫഹദ് പോലെ. ആയിട്ടുള്ള ഒരാളാണോ? പെട്ടെന്ന് കരയും, പെട്ടെന്ന് ദേഷ്യം വരും. അതൊക്കെയാണ് ഞാൻ. ഭയങ്കര ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അത് കണ്ടാ പറയില്ല. ലൈക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആള് അല്ല ഞാൻ ശരിക്കും റിയൽ ലൈഫിൽ. റീൽസ് വേർഡ്സ് റിയാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര, റീൽസ് ഒക്കെ ഇപ്പൊ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആളായി മാറും. പക്ഷെ അങ്ങനെയല്ല, അത് ഓഫ് ആക്കിയാൽ ഞാൻ ഇങ്ങനെയാവും. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു മെമ്മറി ഷെയർ ചെയ്യാൻ പറയാൻ, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള ഒരു മെമ്മറി ഷെയർ ചെയ്യാൻ പറയാം. ലൈക്ക് അത് അങ്ങനെ മെമ്മറി എന്ന് വെച്ചാൽ സിനിമ തന്നെയായിരിക്കും. കാരണം ഞാൻ ആൽബർട്ട്സിലാണ് പഠിച്ചത്. നേരെ മുമ്പിൽ സരിത, സവിത, സംഗീത. ഓക്കെ. അപ്പോൾ ചില സമയത്ത് ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് സിനിമ കാണാൻ പോകും. അങ്ങനെ കുറേ സിനിമകൾ കാണാൻ പോയിട്ടുണ്ട്. എല്ലാം തന്നെ മെമ്മറിയാണ്. സിനിമയാണ് ആക്ച്വലി എല്ലാം. ഞാൻ സിനിമയാണ്. ലൈക്ക് എനിക്ക് അങ്ങനത്തെ ഐ ഡോണ്ട് ഡ്രിങ്ക്, ഐ ഡോണ്ട് സ്മോക്ക്, ഐ ഡോണ്ട് യൂസ് എനി കൈൻഡ് ഓഫ് ആൽക്കഹോൾസ്. അങ്ങനത്തെ ഒരു പരിപാടി എനിക്കില്ല. അപ്പൊ എനിക്ക് ഉള്ള ഒരു എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ സിനിമ മാത്രമാണ്. ഞാൻ ഈ വലിക്കുകയും കുടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഇരിക്കാറില്ല. എന്റെ പരിസരത്തായങ്ങളുണ്ടെങ്കിൽ ഞാൻ അവരെയൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കും. ഭയങ്കര ലൈക്ക് ഞാനങ്ങനെ വലിച്ചോട്ടെ, അവരുടെ ഇഷ്ടമല്ല അങ്ങനെയൊന്നും വിചാരിക്കുന്ന ആളല്ല കേട്ടോ. ഇപ്പൊ സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ഹെൽത്തിന് ദോഷം വരുന്ന കാര്യമാണ്. അപ്പൊ അത് അവരുടെ ഇഷ്ടമാണെന്ന് വിചാരിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല. ഞാനത് നിർത്താനായിട്ട്, ഞാൻ സ്റ്റോപ്പ് ചെയ്യിക്കാനായിട്ട് ഞാൻ നോക്കും എന്നുള്ളതാണ്. അതിപ്പോ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ ശരി അതാണ്. ഞാനത് ആരാണേലും എൻ്റെ അച്ഛൻ വലിക്കണം കണ്ടാലും ഞാൻ ആ പാക്കറ്റ് എടുത്ത് ഞാൻ വെള്ളത്തിലെറിയും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് സിനിമ മാത്രമാണ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇറങ്ങുന്ന എല്ലാ സിനിമകളും പോയി കാണും. ഇന്ന് 7 മണിക്ക് സ്പാ കാണാനായിട്ട് പോവാണ്. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഒരുപാട് കൂടുതലും ഇങ്ങനെ ഫ്രണ്ട്സിനെ കുറിച്ചും എപ്പോഴും ഇങ്ങനെ സപ്പോർട്ടായിട്ട് ഒരു ഗ്യാങ് പണ്ട് മുതലേ ഉണ്ട് പറഞ്ഞു. അപ്പം ഇപ്പൊ കറന്റ്ലി ഉള്ള ഫ്രണ്ട്സിനെ കുറിച്ച് ഒന്ന് പറയാം. ഇപ്പൊ കറന്റ്ലി ഉള്ളതൊക്കെ ഭയങ്കര സീസണൽ ഫ്രണ്ട്സ് ആണ്. ലൈക്ക് എപ്പോഴും കൂടെ ഉണ്ടാവുമോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല ഇപ്പൊ ഞാൻ താമസിക്കുന്നത്. ബട്ട് ഗുഡ്, ഇപ്പൊ ഉള്ള സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എന്റെ കൂടെ എപ്പോഴും അനു മുമ്പേ പറഞ്ഞല്ലോ, ബെസ്റ്റ് ഫ്രണ്ട് അനുവായിട്ട് എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. പിന്നെ നവോദയയിൽ പഠിച്ച ആളുകളുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ വരുമ്പോൾ കാണും, ആരുടെയൊക്കെ കല്യാണം വരുമ്പോൾ കാണും. അപ്പൊ അങ്ങനെ റെഗുലർ കോണ്ടാക്ട് ഉണ്ട് എല്ലാവരുമായിട്ട്. ഇപ്പൊ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്താ അതിന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യും? നമ്മൾ ഏറ്റവും കൂടുതൽ ലൈക്ക് നമ്മൾ പറയാതെ നമ്മുടെ മനസ്സിലുള്ളത് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത് ചോദിക്കാതെ എന്തോ എടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ വാർഡ്രോബിൽ കയറിയിട്ട് എന്തെങ്കിലും ഡ്രസ്സോ മേക്കപ്പ് ഐറ്റമോ എല്ലാം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ആളായിരിക്കണം. വിത്ത് റെസ്പെക്ട് ആയിരിക്കണം എന്നുള്ളത്
എനിക്കുള്ളൊരു ഇതാണ്, എനിക്കുള്ളൊരു ആഗ്രഹമാണത്. ഇപ്പൊ ഞാൻ എൻ്റെ കൂടെ താമസിക്കുന്ന ഇപ്പൊ നാദറ എടുത്ത് ഞാൻ ആ ഒരു ഫ്രീഡം എപ്പോഴും എടുക്കാറുണ്ട്. അതിപ്പോ എനിക്ക് തോന്നുന്നു എനിക്കും നാദറയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു സംഭവമാണ്. ഇപ്പൊ എൻ്റെ എന്ത് ഡ്രസ്സ് വേണമെങ്കിലും അവൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാതെ എടുക്കാം, അവളുടെ എന്ത് വേണമെങ്കിലും എനിക്ക് ചോദിക്കാതെ എടുക്കാം എന്നുള്ളതാണ്. ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്ല, എടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പൊ എന്തിനാ എടുത്ത് ചോദിക്കാതെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇല്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് അതുണ്ട് എന്നുള്ളതാണ്. അതൊരു ഡ്രോബാക്ക് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ചിലവരൊക്കെ പറയും അങ്ങനെയല്ല, നമ്മൾ ഭയങ്കര ചോദിച്ചിട്ടൊക്കെ എടുക്കണം, അതാണ് മര്യാദ, ഡീസൻസി. അതൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഉണ്ടാവരുത്. ഓക്കെ, ശരിയാണ്. നമുക്ക് എന്തും ചെയ്യാൻ സ്പേസ് ഉണ്ടാവുന്ന ഒരു പേഴ്സൺ അതെ ആണെങ്കിൽ അല്ല, അത് ഫ്രണ്ട്സ് ഈസ് ഓക്കെ, ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിൽ ആ ഒരു ഇത് ഓക്കെ. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ നമ്മൾ എക്സ്റ്റെൻഡ് അല്ലേ. അതെ. എങ്ങനെയാണ് ഈ ബ്യൂട്ടി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ നല്ല സ്മൈലാണ്. താങ്ക് യു. സ്മൈൽ അത് നമ്മുടെ സന്തോഷമാണെന്നുണ്ടെങ്കിൽ അത് ഫേസിൽ റിഫ്ലക്ട് ചെയ്യും. അതെ, പ്രസാദം പോലെ. അപ്പം ഇത്രയും നേരം ബ്രാൻഡ് യാത്രയിൽ നമ്മളോട് ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചേരും. അതുപോലെ തന്നെ ശ്രുതിയുടെ ഏറ്റവും വലിയൊരു ഡ്രീം സിനിമയാണ്. സിനിമയിലേക്ക് എത്താൻ പറ്റട്ടെ, നല്ല നല്ല റോൾസ് ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ശ്രുതി. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.